ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെടുന്നവരെ പോലെ അല്ല അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും നാട് കടത്തപ്പെടുന്നവർ. ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളവരൊക്കെ സാധാരണ തൊഴിൽ തേടി പോകുന്ന സാധാരണ മനുഷ്യരാണ്. അവരൊക്കെ മുണ്ടോ പാൻഡോ ഒക്കെ ഇട്ട് ഇങ്ങിപ്പോരും, ആരും അത് ഗവനിക്കില്ല. എന്നാൽ അമേരിക്കയിലേക്ക് വളഞ്ഞ വഴിയിലൂടെ എത്തപ്പെട്ട മലയാളികളടക്കമുള്ളവർ ഈ നാട്ടിൽ മാന്യമായി ജീവിച്ചിരുന്ന അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അവർ ചില ഏജൻസികളുടെ സഹായത്തോടെയാണ് വളഞ്ഞ വഴിയിൽ അവിടെ എത്തിയത്. അവർ കോട്ടും സ്യൂട്ടും ഇട്ട് ജീവിക്കുന്നവരാണ്. അവരെയൊക്കെയാണ് ട്രംപ് പ്രത്യേക വിമാനത്തിൽ കൈവിലങ്ങ് വെച്ച് കാലുകൾ കൂട്ടിക്കെട്ടി ഡിറ്റൻഷൻ സെന്ററിൽ നിന്നും നേരെ തൂത്തുവാരി സൈനിക വിമാനത്തിലേക്ക് പാക്ക് ചെയ്തിരിക്കുന്നത്. യാത്രാ വിമാനമല്ല, സൈനിക വിമാനമാണ് എന്ന് മറക്കരുത്. ഈ സൈനിക വിമാനത്തിൽ സീറ്റുകളില്ല. അവരെ വാരിക്കൂട്ടിയിട്ട് വിമാനം പറന്നു പോവുകയാണ്. പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ വിമാനം ലാൻഡ് ചെയ്തതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കൈകാലുകൾ കൂട്ടിക്കെട്ടി ഇന്ത്യൻ പൗരന്മാരെ നാട് കടത്തുമ്പോൾ ആ ദൃശ്യങ്ങൾ വലിയ വിമർശനത്തിന് കാരണമാകും എന്നതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തോട് പറഞ്ഞ് ഇന്ത്യൻ സർക്കാരിന്റെ അനുമതിയോടെയാണ് വിമാനം എത്തിയതും ലാൻഡ് ചെയ്തതും. എന്നാൽ വിമാനത്തിലേക്ക് ആളെ കയറ്റുന്നതോ അവിടുന്ന് പുറപ്പെടുന്നതോ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നതോ ആയ ഒരു ചിത്രവും ഒരു ദൃശ്യവും പുറത്തു വന്നിട്ടില്ല. അനധികൃതമായി ആരും ഒരിടത്തും താമസിക്കേണ്ടതില്ല. അമേരിക്കയിൽ ഇന്ത്യക്കാർ താമസിച്ചാൽ അവർ നാട്ടിലേക്ക് പോരട്ടെ എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സഹകരണമുണ്ട്. എന്നാൽ നേരിടുന്ന ഒരു പ്രതിസന്ധി അവരെ മാനുഷികമായി ട്രീറ്റ് ചെയ്യേണ്ട എന്നതാണ്. അങ്ങനെ മാനുഷികമായി ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യ നേരിട്ട് വിമാനം അയച്ച് കൊണ്ടുവരണം. അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഇന്ത്യ വിമാനം അയച്ചു കൊണ്ടുവരികയാണെങ്കിൽ സീറ്റിൽ തന്നെ അവരെ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ അത് സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ട് അത്തരം ചർച്ചകൾ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ചെലവേറിയ സൈനിക വിമാനത്തിൽ ഇവരെ കൊണ്ടുവരുന്നത്. ഒരാളെ സൈനിക വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ 5 ലക്ഷത്തിലധികം രൂപ ചെലവുണ്ടെന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ വിലയിരുത്തൽ. ഔദ്യോഗികമായി അമേരിക്ക ഇതുവരെ ഇന്ത്യയിലേക്ക് പ്രത്യേക വിമാനത്തിൽ ആളെ വിട്ടതിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അത് സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയുണ്ട്. ആദ്യ ഫ്ലൈറ്റിൽ 205 പേർ എത്തിയെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 12,000-ഓളം പേരെ ഇങ്ങനെ ഇന്ത്യയിലേക്ക് നാട് കടത്തുമെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്.